സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാറന്മാർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവർ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാമായിരുന്നു. നമുക്ക് പറയാനായിട്ട് പറ്റിയില്ല. എന്തുകൊണ്ട് ഷോക്കായി, എനിക്ക് ഭയങ്കര സെഡായി. കുഴപ്പമില്ല എന്ന് വിചാരിക്കുക. വെൽക്കം ടു ടുഡേസ് വീഡിയോ. ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ വർക്കിൻ്റെ കേസിന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇൻഫോ പാർക്കിൽ ഇവിടെ കിനസ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട്. അതിൻ്റെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കുറച്ച് ഷോക്കായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് രാവിലെ താടിയൊക്കെ പഠിച്ച് നമ്മൾ സെറ്റായിട്ടൊക്കെ വന്നതാണ്. പക്ഷേ അറിയാവുന്ന ചോദ്യങ്ങൾ പോലും കറക്റ്റായിട്ട് പറയാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ കോളേജിൽ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് റിസർച്ച് ചെയ്ത് ഓരോരോ സ്ഥലത്ത് പോയിട്ട് ഓരോന്നൊക്കെ പഠിച്ചിട്ട് കഷ്ടപ്പെട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച് അതും പറയാൻ പറ്റിയില്ല. ബേസിക്കായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഇലക്ട്രിക്കലാണ് പഠിച്ചത്. ഇലക്ട്രിക്കലിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിച്ചതും പറയാൻ പറ്റിയില്ല. ആകെ മൊത്തം ഷോക്കായിരുന്നു. കുറച്ച് നിരാശനാണ്. അറിയാവുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയാൻ പറ്റാത്തതിൻ്റെ ഒരു സെഡ് ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ഒരു സെഡായിട്ടിരിക്കണതാണ് ഞാൻ. കുഴപ്പമില്ല, സംഭവം എന്തായാലും കഴിഞ്ഞല്ല. ഇനിയിപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടിരുന്നിട്ട് കാര്യമില്ല. അവിടുത്തെ സാറ് പറഞ്ഞത് വിളിക്കാമെന്നാണ്. ഞാൻ കറക്റ്റായിട്ട് 11 മണിക്ക് എന്നോട് വരാൻ പറഞ്ഞു. 11 മണിക്ക് ഞാൻ വന്ന് 11 മണിക്ക് അവിടുത്തെ സാറ് വന്നിട്ടുണ്ടായിരുന്നില്ല. വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം. 12 മണിയായി കഴിഞ്ഞപ്പോഴും വിളിച്ച് ഇതേപോലെ റൂമിൽ നമ്മൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവിടെ തന്നെ വേറൊരു സാറുണ്ടായിരുന്നു. അപ്പോൾ ആളും കൂടി ചേർന്നിട്ടാണ് 2 പേരുണ്ടായിരുന്നു. അപ്പോൾ 2 പേരും വന്നിട്ട് സിമ്പിൾ ചോദ്യങ്ങൾ, സിമ്പിൾ കാര്യങ്ങൾ, ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് ചോദിച്ചത്. ഈ ടച്ച് വിട്ടിരിക്കുന്ന ടൈമിലില്ലേ, നമ്മൾ ടച്ച് വിട്ടിരിക്കുകയാണ്. നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല എന്ന് തോന്നുന്നു കേട്ടോ. എനിക്കങ്ങനെ സാധാരണ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാലും പറഞ്ഞാലൊക്കെ കറക്റ്റായിട്ട് ഉത്തരം പറ്റാവുന്ന രീതിയിൽ പറയണതാണ്. ഞാനീ പഠിക്കണതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഉപയോഗിക്കണം, എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഉപയോഗിക്കാൻ പറ്റണം എന്ന് വിചാരിച്ചിട്ട് അത് സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പഠിക്കാറ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഒരു ഒരു ഡെഫിനിഷനാ കാര്യങ്ങളാണെങ്കിൽ പോലും അത് കാണാതെ പഠിച്ചു വെക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറില്ല. അതെന്താണ്, അത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പഠിക്കാറ്. പക്ഷേ ഇന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നടന്നില്ല, പറയാനായിട്ട് പറ്റിയില്ല. കുറച്ച് സങ്കടമുണ്ട് എനിക്ക്. കുഴപ്പമില്ല, പക്ഷേ നമ്മൾ സെറ്റ് ചെയ്തെടുക്കും. ഇന്നിപ്പോൾ അടുത്ത എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ വരില്ല. അപ്പോൾ അതിൽ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ പ്രിപ്പറേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്തോരം പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തോരം മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് വേണം എന്ത് കാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ പ്രിപ്പറേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനിപ്പോൾ നിലവിലൊരു വഴിയുണ്ട്. അപ്പോൾ ആ വഴിയിൽ നിന്നിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ആൾക്കാരൊക്കെ എന്നെ ഇങ്ങനെ നോക്കണ്ട്, ഇങ്ങനെ എന്താണ് ചെയ്യുക എന്നുള്ള രീതിയിൽ. കുഴപ്പമില്ല, അത് നമ്മൾ മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല. എനിക്കിനിയിപ്പോൾ ഇവിടെ നിന്ന് നടന്നിട്ട് വീട്ടിലോട്ട് പോകണം. ബസ് പിടിച്ചിട്ട് വണ്ടി എടുക്കാനായിട്ട് നമുക്ക് അത്രയ്ക്ക് ഇത് തന്നിട്ടില്ല, പെർമിഷൻ കിട്ടിയിട്ടില്ല ബിക്കോസ് ഓഫ് ദി ആക്സിഡൻറ്റ്. പക്ഷെ കുഴപ്പമില്ല, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നടന്നിട്ട് ബസ് കയറി പോകാം. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. പിന്നെ വേറൊരു കാര്യം, ഈ 2 വീഡിയോയിൽ ഞാൻ പറയുന്നത്, നമുക്ക് ബിസിനസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആൾക്കാരായിട്ട് ഇൻ്റർവ്യൂ നടത്തണം, അവരായിട്ട് സംസാരിക്കണം, അവരുടെ ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കണം, അവരെങ്ങനെയാണ് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കണമെന്ന് മനസ്സിലാക്കണം. ഇത് ഞാൻ വീണ്ടും പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെൻ്റെ തലയിലുള്ളിൽ കിടക്കാണ്. ഇതെനിക്ക് ചെയ്യാനായിട്ടുള്ള വീഡിയോസാണ്. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രിപ്പറേഷൻ ഇല്ലാതെ നമ്മളൊരു പരിപാടിക്കും പോകാൻ നിൽക്കരുത്, നമുക്ക് എന്തൊക്കെ അറിഞ്ഞെന്ന് പറഞ്ഞാലും. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂ വീഡിയോസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് ടൈപ്പ് വീഡിയോസ് ആയിരിക്കും ചെയ്യാൻ പോണത്. അവരുടെ ബിസിനസ്സായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ആയിട്ട് നമ്മൾ ഫുൾ സെറ്റായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യണം. അതിന് പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പറ്റാവുന്ന രീതിയിൽ നമ്മൾ പഠിച്ചിട്ടായിരിക്കും ഇത് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെന്താണ്, പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഭാരിച്ച കാര്യങ്ങൾ ഇന്ന് ചെയ്യാനായിട്ടില്ല. ഇപ്പോൾ വീട്ടിൽ പോകണം, അതല്ലാതെ വേറെ വേറെ നമുക്ക് ടാസ്കുകളില്ല. പക്ഷെ എനിക്ക് ചെറിയ ഡിസപ്പോയിൻറ്റിങ് ആയിട്ടാ. നമ്മൾ കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്തിട്ട് വന്നായിരുന്നു, കുറച്ചുകൂടി പഠിച്ചിട്ട് വന്നായിരുന്നു, കുറച്ചുകൂടി റെഫർ ചെയ്യണമായിരുന്നു. ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ മുമ്പാണ് വന്നത്. അപ്പം ഞാനിവിടെ വന്നിട്ട് അരമുക്കാൽ മണിക്കൂർ ഇതിനെക്കുറിച്ചിട്ട് സെർച്ച് ചെയ്ത് കമ്പനീനെ കുറിച്ച് പഠിച്ച്. പക്ഷേ ആ പഠിച്ച കാര്യം നമുക്ക് പറയാൻ പറ്റി, അത് റെഫർ ചെയ്ത കാര്യം ജസ്റ്റ് നോക്കിയ കാര്യം നമുക്ക് പറയാൻ പറ്റി. നമ്മൾ എന്തുകൊണ്ട് ആ റെസ്യൂമിൽ എഴുതിയ കാര്യം നോക്കിയില്ല, എന്തുകൊണ്ട് അത് റെഫർ ചെയ്തില്ല, എന്തുകൊണ്ട് അവരത് ചോദിക്കുമെന്ന് വിചാരിച്ചില്ല. വളരെ മോശമായിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഐ എം ഫീലിംഗ് പിറ്റി അബൌട്ട് മൈസെൽഫ്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ അതിൽ നിന്നൊരു പാഠം പഠിച്ചു, അതിൽ നിന്നൊരു കാര്യം ഉൾക്കൊണ്ടു. നമ്മൾ അടുത്ത പ്രാവശ്യം പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും. അത്രയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം, നമ്മളതൊക്കെയാണ് ചെയ്യാനായിട്ടാണ്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ഇടാം. നമുക്ക് ബിസിനസ്സാണ് പറഞ്ഞേക്കണത്, നമ്മൾ ബിസിനസ് തന്നെയാണ് ചെയ്യേണ്ടത്. നമുക്ക് വീഡിയോസ് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. നമുക്ക് അതിനെക്കുറിച്ച് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ട് നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഈ പാഠങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. റെക്കോർഡ് ചെയ്യണുണ്ടല്ലോ, നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അതൊക്കെ പഠിക്കാനായിട്ട് ഉപയോഗിക്കും. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റണം. കുറേ അധികം കമ്പനികളുണ്ട് കേട്ടോ ഇവിടെ ഇൻഫോ പാർക്കിൽ. ഞാനിപ്പോൾ വന്നത് ഇൻഫോ പാർക്ക് ഫേസ് 1-ൻ്റെ അവിടെയാണ്. ഫേസ് 1-ൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഈ പറഞ്ഞ കിനസ്കോ, ഈ പറഞ്ഞ കമ്പനി. നമുക്ക് എൻ്റെ ഇൻഫോ പാർക്കിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. ഇൻഫോ പാർക്കിലുള്ള കമ്പനികളിലായിട്ടുള്ള പവർ ഡെലിവർ ചെയ്യണത്, അതായത് ഈ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യാനായിട്ടുള്ള പവർ വേണമല്ലോ, കറണ്ട്. അത് KSEB വാങ്ങിച്ചിട്ട് കിനസ്കോ ആണ് ഈ കമ്പനികൾക്കൊക്കെ ഡെലിവർ ചെയ്ത് കൊടുക്കണത്. അപ്പോൾ ഇവിടുത്തെ കിനസ്കോയിൽ ഒരു 13,000 kVയുടെ ഡിമാൻഡാണ് ഉള്ളത്. 45 MVA ഒരു ഫെസിലിറ്റിയാണ് നമുക്ക് ഇവിടുത്തെ കിനസ്കോയിലുള്ളത്, ഇൻഫോ പാർക്ക് ഫേസ് 1. ഇവർക്ക് ഇത് കൂടാതെ ഒരു നാലഞ്ചെടുത്ത് കിൻഫ്രയുടെ അണ്ടറിൽ ഇതേപോലത്തെ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർ മെയിൻലി കിൻഫ്രയിലായിട്ടാണ് പവർ കൊടുക്കുന്നത്. കിൻഫ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ്, കേരള സർക്കാരിൻ്റെ ഒരു സംരംഭമാണ്. ഇത്തരത്തിലുള്ള IT പാർക്കുകൾ, ഇൻഡസ്ട്രിയൽ ഏരിയാസ്, ടെക്സ്റ്റൈൽ ഫാമുകൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കേരള സർക്കാർ ഇതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ പാർക്കുകളാണ്. നല്ല രീതിയിലായി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ സ്ഥാപനങ്ങളാണ് സത്യം പറഞ്ഞാൽ കേട്ടോ. എന്തുകൊണ്ടാണ് ഈ KSEB ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലായിട്ട് നേരിട്ട് പവർ ഡെലിവറി ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കിനസ്കോ ത്രൂ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി റിലയബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് അവർക്ക് പ്രാക്ടീസ് ചെയ്യാനും പുതിയ ടെക്നോളജീസ് കൊണ്ടുവരാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും അത് റൺ ചെയ്യാനായിട്ടൊക്കെ കിനസ്കോ ത്രൂ ചെയ്യണ കാരണം എളുപ്പമാണ്. അതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഇത്ര ഏരിയാസാണ്. ഇപ്പോൾ ഫേസ് 1-ൽ ഇവിടുത്തെ 180 ഏക്കേഴ്സാണ് ഇവിടുത്തെ ലാൻഡ് ഏരിയ വന്നത്. അപ്പോൾ അത്തരം ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ ചെയ്യണത്. അപ്പോൾ കുറച്ചൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്കാണ്. അതേപോലെ തന്നെ 240 ഏക്കേഴ്സ്, അങ്ങനെ ഇത്ര ഏക്കേഴ്സിന് ആണ് ഈ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഇവർ സ്പാൻ ചെയ്തേക്കണത്. ഈ കാര്യങ്ങളിപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ കമ്പനിയെ കുറിച്ച് പഠിച്ച സമയത്ത് മനസ്സിലായതാണ്. ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇതേപോലെ പോകുമ്പോഴേക്കും ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വായിച്ച് കഴിഞ്ഞപ്പോഴും മനസ്സിലായതാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ റെഫർ ചെയ്യുകയാണെങ്കിൽ, ഇതേപോലെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ 100% നമുക്കതിന് പറ്റും. നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിന് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് പോകുമ്പോഴേക്കും നമുക്കത് പഠിച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മളതിന് ഫ്രം എ കസ്റ്റമർ പോയിൻ്റ് ഓഫ് വ്യൂ, അല്ലെങ്കിൽ ഫ്രം ഒരു ഇൻട്രസ്റ്റഡ് പേഴ്സൺ, ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു പേഴ്സൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ
എന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് പറ്റും. നമുക്ക് ക്വസ്റ്റ്യൻസ് നല്ല ക്വസ്റ്റ്യൻസാണ് ചോദിക്കേണ്ടത്, അതായത് ഉത്തരങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഉത്തരങ്ങൾ അവർക്കറിയാവുന്ന എക്സ്പീരിയൻസിൽ നിന്നും അവരുടെ എക്സ്പെർട്ടീസിൽ നിന്നുമാണ് അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് അതിൽ തെറ്റ് വരാനായിട്ട് സാധ്യത വളരെയധികം കുറവാണ്. പക്ഷെ നമുക്ക് നല്ല ചോദ്യങ്ങളാണ് വേണ്ടത്. നല്ല ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് നല്ല രീതിയിൽ അതിനെക്കുറിച്ചിട്ട് പഠിക്കണം. അപ്പോൾ നമ്മൾ അതാണ് ഇനി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ പ്രിപ്പറേഷൻ സ്റ്റാർട്ടഡാണ്, പ്രിപ്പയർ ചെയ്യാനുണ്ട്. നമുക്കത് ചെയ്തെടുക്കണം. അത്രയൊക്കെയാണ് ഉള്ളത്. നല്ല രീതിയിൽ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ജസ്റ്റ് ഒരു ചെറിയ വ്യൂ കാട്ടിത്തരാം. ഈ കാണുന്നത് മെട്രോൻ്റെ വർക്ക് നടക്കുന്നതാണ്. നമ്മുടെ പാലാരിവട്ടത്തു നിന്ന് ഇൻഫോ പാർക്കിലോട്ടുള്ള മെട്രോൻ്റെ കൺസ്ട്രക്ഷനാണത്. ഇപ്പോൾ ഇവിടെ പില്ലേഴ്സ് കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ അതിൻ്റെ ചെറിയ യാർഡ് കാര്യങ്ങളുണ്ട്. എല്ലാ ദിവസവും ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്, ഓരോരോ ഡെവലപ്മെൻറ്റ് പരിപാടികൾ നടക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിൻഫ്രയുടെ കൺവെൻഷൻ സെൻറ്ററും കാര്യങ്ങളൊക്കെയാണ്. ആ കാണുന്ന ബിൽഡിങ്ങാണ് കിൻഫ്രയുടെ കൺവെൻഷൻ സെൻറ്റർ. ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഇവൻറ്റ് അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ അല്ലെങ്കിൽ വലിയ നല്ല നല്ല ഇവൻറ്റുകളും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന കിൻഫ്ര ഇവിടെയാണ്. പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു ഏരിയയും കൂടിയുണ്ട്, ഒരു ബിൽഡിങ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇതേപോലെ തന്നെ കൺവെൻഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് അകത്തേട്ട് പോകാനായിട്ട് പെർമിഷൻ ഇല്ല, കാരണം അവിടെ സെക്യൂരിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഉള്ളിട്ട് പോകാനായിട്ട് പറ്റില്ല. പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്.